ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ വന്നിരിക്കുന്ന 4 ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജോബിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിന് വീഡിയോ അവസാനം വരെ കാണാം. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്ന കൊച്ചി മെട്രോ റെയിലിൻ്റെ ആപ്ലിക്കേഷൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ജനറൽ മാനേജർ, ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളുടെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 8/10 ആണ്. അപ്പോൾ ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അത് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്മിറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന് കീഴിൽ വരുന്ന ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ പോസ്റ്റിൻ്റെ അവസാന തീയതിയും 8/10 ആണ്. അപ്പോൾ നിങ്ങൾ ഈ 3 പോസ്റ്റുകളും ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും കാണാവുന്നതാണ്. ഈ മാസം വന്നിട്ടുള്ള എല്ലാവിധ ജോബ് നോട്ടിഫിക്കേഷൻസും ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് കാണാനായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റും ഒക്കെ തന്നെ കാണാവുന്നതാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒഫീഷ്യൽ ലിങ്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അപ്പിയറൻസ് ആയിരിക്കും. ഇവിടെ കരിയർ എന്ന് പറഞ്ഞിട്ട് പേജ് ഉണ്ടാവും. ഇതിൽ പോയി കഴിഞ്ഞാൽ 4 നോട്ടിഫിക്കേഷൻസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് October 15 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇതിലെ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ടെമ്പററി പൊസിഷനാണ്. ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ആയിട്ടാണ് പോസ്റ്റ് വരുന്നത്. 8 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡിസേബിൾ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മിനിമം 3 years എക്സ്പീരിയൻസ് ഇൻ ഹോസ്പിറ്റൽ ലാബാണ്. എക്സ്പീരിയൻസ് ഡിസേബിൾ ആണ്. നിങ്ങൾക്ക് ഫ്രഷേഴ്സ് ആണെങ്കിലും പ്രശ്നമില്ല, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് വരുന്നത് ബിലോ 35 years ആണ്. അതിൽ ഏജ് റിലാക്സേഷൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോംസ് അനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് എല്ലാവർക്കും തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. OBCക്കും SC/STക്കും ഒക്കെ റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ സാലറി വരുന്നത് 15,000 രൂപയായിരിക്കും പെർ മന്ത് സാലറി വരുന്നത്. ഇത് 1 yearലേക്കാണ് ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ ഇവാലുവേഷൻ അനുസരിച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. ആപ്ലിക്കേഷൻ ഓൺലൈൻ സബ്മിഷനാണ്. നിങ്ങൾക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ലാസ്റ്റ് ഡേറ്റ് ഫോർ റിസീവിങ് കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് October 15 വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നത്. അടുത്ത് വരുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ഇന്റേൺ ആണ്. ഇതിനകത്ത് 4 പൊസിഷൻസ് ആണ് വരുന്നത്. 4 വാക്കൻസീസ് ഉണ്ട്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് ബിലോ 30 ആണ്. അതിലും ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സാലറി വരുന്നത് 10,000 രൂപയായിരിക്കും നിങ്ങളുടെ സാലറി വരുന്നത്. പെർ മന്ത് 10,000 രൂപയായിരിക്കും വരിക. ഇതിൻ്റെ ഡ്യൂറേഷനും 1 year ഡ്യൂറേഷൻ തന്നെയാണ്. നിങ്ങളുടെ പെർഫോമൻസിൻ്റെ ഇവാലുവേഷൻ അനുസരിച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതും ഓൺലൈൻ സബ്മിഷനാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് അസോസിയേറ്റ് ബയോകെമിസ്ട്രി പോസ്റ്റാണ്. ഒരു പൊസിഷനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതിനകത്ത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ബയോകെമിസ്ട്രിയിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം 5 years എക്സ്പീരിയൻസ് ആണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആഡ് ഓൺ ബെനിഫിറ്റ് ആയിരിക്കും. 45 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അവിടെയും നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. പെർ മന്ത് 30,000 രൂപയായിരിക്കും സാലറി വരിക. 1 year ആയിരിക്കും നിങ്ങളുടെ ഇനിഷ്യൽ ടൈം പീരീഡ്. പിന്നീട് നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. October 15 വരെ തന്നെയാണ് ഇതും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അടുത്ത് വരുന്ന പോസ്റ്റ് പ്രൊജക്ട് അസോസിയേറ്റ് ആണ്. ഇതിനകത്ത് മൈക്രോബയോളജിയാണ് വരുന്നത്. ഒരു പൊസിഷൻ തന്നെയാണ്. നിങ്ങൾക്ക് മൈക്രോബയോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെയും 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് എന്ന് പറയുന്നത് ബിലോ 45 years ആണ്. 45 വയസ്സിന് താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 30,000 രൂപയാണ് പെർ മന്ത് സാലറി വരുന്നത്. ഇനിഷ്യലി 1 year ടൈം പീരീഡ് ആയിരിക്കും. പിന്നീട് പെർഫോമൻസിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ
ഇയർ കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ലിങ്ക് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ 3 ഇൻ്റർഫേസസ് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുക. ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്തോ അല്ലെങ്കിൽ ഈ ജോലിയെ പറ്റിയോ മറ്റേതെങ്കിലും ജോലിയെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിൻ്റെ വീഡിയോസ് നമ്മൾ ഡെയിലി 2 വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ്സാവാതെ കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കറക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. സോ ഒരു നോട്ടിഫിക്കേഷൻസും മിസ്സായി പോകാതിരിക്കാൻ എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് കടക്കാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.